എവർഗ്രീൻ കപ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഹാർഡ് ഡിസ്ക് ഇരിക്കുന്നുണ്ട്, ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ പലരും ഹാർഡ് ഡിസ്ക് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഹാർഡ് ഡിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അതിൽ സേവ് ചെയ്യുന്നത് എവിടെയാണോ ആ ഒരു ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെയാണ്, ചെറിയൊരു ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ ഞാനിത് നിങ്ങളിന്ന് തുറന്ന് കാണിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഇതൊരു സ്ക്രൂസ് എല്ലാം നമ്മൾ അഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അഴിക്കാൻ പോകും. ഇതിനുള്ളിൽ എന്താണെന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും തുറക്കാൻ പാടില്ല. വൺസ് അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യുന്നത് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം നല്ലപോലെ അഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്നുള്ളത്. ഒരു സ്ക്രൂ കൂടി അഴിക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം കവർ വരുന്നത്. അപ്പം ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ്. ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത്. ഇവിടെ ഒരു മാഗ്നറ്റിക് പാർട്ടാണ് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ റീഡ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞ് ഈ ഒരു സിലിണ്ടറിലേക്ക് വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഈ ഒരു ആക്ഷൻ ഇതിൻ്റെ അകത്ത് നടക്കും. അപ്പോൾ ഇത് റീഡ് ചെയ്യും. ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത്. അപ്പം ഈ ബോർഡ് ഡാറ്റ പ്രോസസ്സ് ചെയ്യും. ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഡാറ്റാസ് എന്തൊക്കെയുണ്ടോ അവിടുത്തെ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരു മോട്ടറാണ് വരുന്നത്. ഇവിടെ ഒരു മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതും വേണമെങ്കിൽ അഴിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഇതല്ലോ ഇവിടെയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഡാറ്റ മൊത്തം സേവ് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടറിനുള്ള ഡാറ്റ മൊത്തം ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്കിത് ഊരിയെടുക്കാൻ പറ്റുന്നത്. ചില സമയങ്ങളിൽ ഇതിൻ്റെ ബോർഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് മാത്രമായിട്ട് ഈ സെയിം മോഡൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ റിക്കവറി എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. ബെല്ലൈക്കണം, ഒന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.